ഹായ് ആൾ, എല്ലാവർക്കും നമസ്കാരം. PSC അവേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ PYQ സീരീസിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് കണ്ടിന്യൂഷനാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ 41ാമത്തെ ചോദ്യമാണ്. ക്രിക്കറ്റ് ഇതിഹാസമായിരുന്ന ഷെയ്ൻ വോണിൻ്റെ ജന്മസ്ഥലം ഓസ്ട്രേലിയ. അടുത്ത ചോദ്യം, പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനമാണ് ടേബിൾ ടെന്നീസ്. അടുത്ത ചോദ്യം, ഹോക്കി കളിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരമാണ് ധ്യാൻ ചന്ദ്. അപ്പോൾ നമുക്ക് ഇന്ത്യൻ ഹോക്കിയെക്കുറിച്ചൊന്ന് നോക്കാം. ഇന്ത്യൻ ഹോക്കി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന സംഘടനയാണ് ഹോക്കി ഇന്ത്യ. ഇന്ത്യൻ ഹോക്കി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന സംഘടനയാണ് ഹോക്കി ഇന്ത്യ. ഇന്ത്യൻ ഹോക്കിയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് കൂർഗാണ്. ഇന്ത്യൻ ഹോക്കിയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് കൂർഗ് ആണ്. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ധ്യാൻ ചന്ദാണ്. ഹോക്കിയുടെ മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ധ്യാൻ ചന്ദാണ്. ഇന്ത്യൻ ഹോക്കിയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതും ധ്യാൻ ചന്ദാണ്. ഇന്ത്യൻ ഹോക്കിയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ധ്യാൻ ചന്ദാണ്. ഹോക്കിയുടെ മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ധ്യാൻ ചന്ദാണ്. ഇന്ത്യൻ ഹോക്കിയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് കൂർഗാണ്. അടുത്ത പോയിന്റ്, ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29-നാണ്. അന്നാണ് ധ്യാൻ ചന്ദിൻ്റെ ജന്മദിനം. ധ്യാൻ ചന്ദിൻ്റെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്, ഓഗസ്റ്റ് 29-ന്. അടുത്ത പോയിന്റ്, 1936-ലെ ബെർലിൻ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നത് ധ്യാൻ ചന്ദ്. 1936-ലെ ബെർലിൻ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നത് ധ്യാൻ ചന്ദ്. അടുത്ത പോയിന്റ്, ധ്യാൻ ചന്ദിൻ്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ള വിദേശ നഗരമാണ് വിയന്ന, ഓസ്ട്രിയയിലാണ്. ധ്യാൻ ചന്ദിൻ്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ള വിദേശ നഗരമാണ് വിയന്ന, ഓസ്ട്രിയ. ധ്യാൻ ചന്ദിൻ്റെ ആത്മകഥയാണ് ദ ഗോൾ. ധ്യാൻ ചന്ദിൻ്റെ ആത്മകഥയാണ് ദ ഗോൾ. അടുത്ത പോയിന്റ്, ഒരു ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിക്കുന്ന ആദ്യ കേരളീയനാണ് PR ശ്രീജേഷ്. ഒരു ഒളിമ്പിക് മത്സരത്തിൽ ഹോക്കി ടീമിനെ നയിക്കുന്ന ആദ്യ കേരളീയനാണ് PR ശ്രീജേഷ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഇന്ത്യൻ ഹോക്കി പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന സംഘടനയാണ് ഏത്? ഹോക്കി ഇന്ത്യ. ഇന്ത്യൻ ഹോക്കി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന സംഘടനയാണ് ഹോക്കി ഇന്ത്യ. അടുത്ത പോയിന്റ്, ഇന്ത്യൻ ഹോക്കിയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? കൂർഗാണ്. ഇന്ത്യൻ ഹോക്കിയുടെ കളിത്തട്ടിൽ എന്നറിയപ്പെടുന്നത് കൂർഗാണ്. അടുത്ത പോയിന്റ്, ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ധ്യാൻ ചന്ദാണ്. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ധ്യാൻ ചന്ദാണ്. ഇന്ത്യൻ ഹോക്കിയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ധ്യാൻ ചന്ദാണ്. ഇന്ത്യൻ ഹോക്കിയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതും ധ്യാൻ ചന്ദാണ്. അടുത്ത പോയിന്റ്, ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29-നാണ്. ഓഗസ്റ്റ് 29-ന് ധ്യാൻ ചന്ദിൻ്റെ ജന്മദിനമാണ്. അന്നാണ് ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്ത പോയിന്റ്, 1936-ലെ ബെർലിൻ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നത് ആരാണ്? ധ്യാൻ ചന്ദാണ്. 1936-ലെ ബെർലിൻ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നത് ധ്യാൻ ചന്ദാണ്. അടുത്ത പോയിന്റ്, ധ്യാൻ ചന്ദിൻ്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ള വിദേശ നഗരമാണ് വിയന്ന, ഓസ്ട്രിയയിലെ വിയന്നയാണ് ധ്യാൻ ചന്ദിൻ്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ള വിദേശ നഗരം. ധ്യാൻ ചന്ദിൻ്റെ ആത്മകഥയാണ് ഇത് ദ ഗോൾ. ദ ഗോൾ ആണ് ഇത് ധ്യാൻ ചന്ദിൻ്റെ ആത്മകഥ. അടുത്ത പോയിന്റ്, ഒരു ഒളിമ്പിക് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിക്കുന്ന ആദ്യ കേരളീയനാണ് ആര്? PR ശ്രീജേഷ്. ഒരു ഒളിമ്പിക് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിക്കുന്ന ആദ്യ കേരളീയനാണ് PR ശ്രീജേഷ്. അടുത്ത ചോദ്യം, പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് വയനാട്. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. അപ്പോൾ നമുക്ക് പൂക്കോട് തടാകത്തെക്കുറിച്ചൊന്ന് നോക്കാം. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാടാണ്. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാടാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ ആകൃതിയുള്ള തടാകമാണ് ഇത്? പൂക്കോട് തടാകം. ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ ആകൃതിയുള്ള തടാകമാണ് പൂക്കോട് തടാകം. അടുത്ത പോയിന്റ്, സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകവും ഇതാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകവും ഇതാണ്. ഒന്നുകൂടെ വായിക്കാം. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാടാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വയനാടാണ് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകമാണ് ഇത്? പൂക്കോട് തടാകം. ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകമാണ് പൂക്കോട് തടാകം. അടുത്ത പോയിന്റ്, സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകവും ഇതാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകവും ഏതാണ്? പൂക്കോട് തടാകമാണ്.
അടുത്ത ചോദ്യം, പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനം ഏതാണ്? സൈലൻറ്റ് വാലിയാണ് പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനം. അപ്പോൾ സൈലൻറ്റ് വാലിയെ കുറിച്ചൊന്ന് നോക്കാം. ആദ്യത്തെ പോയിന്റ്, കേരളത്തിലെ നിത്യഹരിത വനമാണ് സൈലൻറ്റ് വാലി. കേരളത്തിലെ നിത്യഹരിത വനമാണ് സൈലൻറ്റ് വാലി. അടുത്ത പോയിന്റ്, കേരളത്തിലെ ഏക കന്യാവനവും ഏതാണ്? സൈലൻറ്റ് വാലിയാണ്. കേരളത്തിലെ നിത്യഹരിത വനം സൈലൻറ്റ് വാലിയാണ്. കേരളത്തിലെ ഏക കന്യാവനവും ഏതാണ്? സൈലൻറ്റ് വാലിയാണ്. അടുത്ത പോയിന്റ്, കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ് സൈലൻറ്റ് വാലി. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ് ഇത്? സൈലൻറ്റ് വാലി. അടുത്ത പോയിന്റ്, സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് മണ്ണാർക്കാട്. സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? മണ്ണാർക്കാടാണ്. അടുത്ത പോയിന്റ്, ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനവുമാണ് സൈലൻറ്റ് വാലി. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലൻറ്റ് വാലി. അടുത്ത പോയിന്റ്, സൈലൻറ്റ് വാലി എന്ന പേരിന് കാരണം ചീവീടുകൾ ഇല്ലാത്തതിനാലാണ് സൈലൻറ്റ് വാലി എന്ന് വിളിക്കുന്നത്. സൈലൻറ്റ് വാലി എന്ന പേര് നൽകിയതാരാണ്? റോബർട്ട് റൈറ്റ് ആണ്. സൈലൻറ്റ് വാലി എന്ന പേര് നൽകിയതാരാണ്? റോബർട്ട് റൈറ്റ് ആണ്. അടുത്ത പോയിന്റ്, സിംഹവാലൻ കുരങ്ങുകൾ സൈലൻറ്റ് വാലിയിൽ കാണുന്നതിന് കാരണം വെടിപ്പുളാവുകളുടെ സാന്നിധ്യമാണ്. സിംഹവാലൻ കുരങ്ങുകൾ സൈലൻറ്റ് വാലിയിൽ കാണുന്നതിന് കാരണം എന്താണ്? വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ്. ഒന്നുകൂടെ നോക്കാം സൈലൻറ്റ് വാലിയെ പറ്റി. കേരളത്തിലെ നിത്യഹരിത വനമാണ് സൈലൻറ്റ് വാലി. കേരളത്തിലെ ഏക കന്യാവനമാണ് സൈലൻറ്റ് വാലി. അപ്പോൾ എന്തൊക്കെയാണ്? കേരളത്തിലെ നിത്യഹരിത വനമാണ്, കേരളത്തിലെ ഏക കന്യാവനമാണ്, പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ് സൈലൻറ്റ് വാലി. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ് സൈലൻറ്റ് വാലി. സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് മണ്ണാർക്കാട്. സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? മണ്ണാർക്കാട്. സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് മണ്ണാർക്കാട്. അടുത്ത പോയിന്റ്, ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലൻറ്റ് വാലി. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലൻറ്റ് വാലി. അടുത്ത പോയിന്റ്, സൈലൻറ്റ് വാലി എന്ന പേരിന് കാരണം എന്താണ്? ചീവീടുകൾ ഇല്ലാത്തതിനാലാണ് സൈലൻറ്റ് വാലി എന്ന് വിളിക്കുന്നത്. സൈലൻറ്റ് വാലി എന്ന പേര് നൽകിയത് ആരാണ്? റോബർട്ട് റൈറ്റ് ആണ്. സൈലൻറ്റ് വാലി എന്ന പേര് നൽകിയത് റോബർട്ട് റൈറ്റ് ആണ്. അടുത്ത പോയിന്റ്, സിംഹവാലൻ കുരങ്ങുകൾ സൈലൻറ്റ് വാലിയിൽ കാണുന്നതിന് കാരണം വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ്. എന്താണ്? സൈലൻറ്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങുകൾ കാണാൻ കാരണം വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ്. അടുത്ത പോയിന്റ്, സൈലൻറ്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1984 ഇന്ദിരാഗാന്ധിയാണ് പ്രഖ്യാപിച്ചത്. സൈലൻറ്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1984 ഇന്ദിരാഗാന്ധിയാണ് പ്രഖ്യാപിച്ചത്. അടുത്ത പോയിന്റ്, ദേശീയ ഉദ്യാനം സൈലൻറ്റ് വാലി ദേശീയ ഉദ്യാനം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? രാജീവ് ഗാന്ധിയാണ് 1985. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, സൈലൻറ്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധി 1984, ദേശീയ ഉദ്യാനമായിട്ട് ഉദ്ഘാടനം ചെയ്തത് 1985 രാജീവ് ഗാന്ധിയാണ്. അപ്പോൾ അടുത്ത ചോദ്യം, കേരളത്തിലെ നാടുകളെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നത്. കേരളത്തിലെ നാടുകളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് എവിടുന്നാണ്? വട്ടെഴുത്ത് ലിഖിതത്തിൽ നിന്നാണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ്, കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന പഴയകാല ലിപിയാണ് വട്ടെഴുത്ത്. കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന പഴയകാല ലിപിയാണ് ഇത്? വട്ടെഴുത്ത്. അടുത്ത പോയിന്റ്, മലയാളം ലിപി പ്രത്യക്ഷപ്പെട്ട ആദ്യ ശാസനമാണ് വാഴപ്പിള്ളി ശാസനം. മലയാളം ലിപി പ്രത്യക്ഷപ്പെട്ട ആദ്യ ശാസനമാണ് വാഴപ്പിള്ളി ശാസനം. അടുത്ത പോയിന്റ്, കേരളത്തിലെ നാടുവാഴികളെ പരാമർശിക്കുന്ന ആദ്യ ശാസനമാണ് തരിസാപ്പള്ളി ശാസനം. കേരളത്തിലെ നാടുവാഴികളെ കുറിച്ച് പരാമർശിക്കുന്ന ആദ്യ ശാസനമാണ് തരിസാപ്പള്ളി ശാസനം. മലയാളം ലിപി പ്രത്യക്ഷപ്പെട്ട ആദ്യ ശാസനമാണ് വാഴപ്പിള്ളി ശാസനം. കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന പഴയകാല ലിപിയാണ് വട്ടെഴുത്ത്. അടുത്ത പോയിന്റ്, കൃത്യമായി തീയതി നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടുള്ള ആദ്യ ശാസനമാണ് തരിസാപ്പള്ളി ശാസനം. കൃത്യമായിട്ട് തീയതി നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടുള്ള ആദ്യ ശാസനമാണ് ഇത്? തരിസാപ്പള്ളി ശാസനം. അടുത്ത പോയിന്റ്, കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യ ശാസനവും മാമ്പള്ളി ശാസനമാണ്. കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യ ശാസനം ഏതാണ്? മാമ്പള്ളി ശാസനമാണ്. ഒന്നുകൂടെ ഒന്ന് വായിക്കാം. കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന പഴയകാല ലിപിയാണ് വട്ടെഴുത്ത്. കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന പഴയകാല ലിപിയാണ് ഇത്? വട്ടെഴുത്ത്. മലയാളം ലിപി പ്രത്യക്ഷപ്പെട്ട ആദ്യ ശാസനമാണ് ഇത്? വാഴപ്പിള്ളി ശാസനം. മലയാളം ലിപി പ്രത്യക്ഷപ്പെട്ട ആദ്യ ശാസനമാണിത്? വാഴപ്പിള്ളി ശാസനം. അടുത്ത പോയിന്റ്, കേരളത്തിലെ നാടുവാഴികളെ പരാമർശിക്കുന്ന ആദ്യ ശാസനമാണ് തരിസാപ്പള്ളി ശാസനം. കേരളത്തിലെ നാടുവാഴികളെ പറ്റി പരാമർശിക്കുന്ന ആദ്യ ശാസനമാണിത്? തരിസാപ്പള്ളി ശാസനം. അടുത്ത പോയിന്റ്, കൃത്യമായി തീയതി നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടുള്ള ആദ്യ ശാസനമാണ് തരിസാപ്പള്ളി ശാസനം. അപ്പോൾ കേരളത്തിലെ നാടുവാഴികളെ കുറിച്ച് പരാമർശിക്കുന്നതും കൃത്യമായി തീയതി നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടുള്ളതുമായ ശാസനമാണ് ഇത്? തരിസാപ്പള്ളി ശാസനം.
അടുത്ത പോയിന്റ്, കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യ ശാസനമാണ് മാമ്പള്ളി ശാസനം. കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യ ശാസനമാണ് മാമ്പള്ളി ശാസനം. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഏതാണ്? ആൻസർ വരുന്നത് മൂലമറ്റമാണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ്, കേരളത്തിലെ ആദ്യത്തെ ഗ്രാവിറ്റി ഡാമാണ് ചെറുതോണി. കേരളത്തിലെ ആദ്യത്തെ ഗ്രാവിറ്റി ഡാമാണ് ചെറുതോണി. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയമാണ് മൂലമറ്റം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയമാണ് മൂലമറ്റം. കേരളത്തിലെ ആദ്യത്തെ ഗ്രാവിറ്റി ഡാമാണ് ഇത് ചെറുതോണി. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയമാണ് ഇത് മൂലമറ്റം. അടുത്ത ചോദ്യം, പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ആൻസർ വരുന്നത് പെരിയാറാണ്. അപ്പോൾ നമുക്ക് പെരിയാറിനെ കുറിച്ച് നോക്കാം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. പെരിയാറിൻ്റെ ആകെ നീളം എത്ര? 244 കിലോമീറ്ററാണ്. പെരിയാറിൻ്റെ ആകെ നീളം 244 കിലോമീറ്ററാണ്. പെരിയാറിൻ്റെ ഉത്ഭവം തമിഴ്നാട്ടിലെ സുന്ദരമലയിലെ ശിവഗിരി കുന്നുകളിൽ നിന്നാണ്. പെരിയാറിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്? തമിഴ്നാട്ടിലെ സുന്ദരമലയിലെ ശിവഗിരി കുന്നുകളിൽ നിന്നാണ് പെരിയാറിൻ്റെ ഉത്ഭവം. അടുത്ത പോയിന്റ്, കേരളത്തിൻ്റെ ജീവരേഖ. കേരളത്തിലെ നദികൾ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി കാലടിപ്പുഴ, ആലുവാപ്പുഴ എന്നീ പേരുകളെല്ലാം അറിയപ്പെടുന്നതാണ് ഇത് പെരിയാർ. കേരളത്തിൻ്റെ ജീവരേഖ. കേരളത്തിലെ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി കാലടിപ്പുഴ, ആലുവാപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. അടുത്ത പോയിന്റ്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്ന നദിയും ഏതാണ്? പെരിയാറാണ്. കേരളത്തിലെ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി പെരിയാറാണെന്ന് പറഞ്ഞു. അതുപോലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിട്ടുള്ള നദിയും ഏതാണ്? പെരിയാറാണ്. അടുത്ത പോയിന്റ്, കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന പേരിലും ശങ്കരാചാര്യർ തൻ്റെ കൃതികളിൽ പൂർണ്ണ എന്ന പേരിലും പെരിയാറിനെ പറ്റി പരാമർശിക്കുന്നു. അപ്പോൾ കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണ എന്ന പേരിലും ശങ്കരാചാര്യർ തൻ്റെ കൃതികളിൽ എങ്ങനെയാണ്? പൂർണ്ണ എന്ന പേരിലുമാണ് പെരിയാറിനെ പറ്റി പ്രതിപാദിക്കുന്നത്. ഒന്നുകൂടെ നോക്കാം. പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. പെരിയാറിൻ്റെ ആകെ നീളം എത്ര? 244 കിലോമീറ്ററാണ് പെരിയാറിൻ്റെ ആകെ നീളം. അടുത്ത പോയിന്റ്, ഉത്ഭവം എവിടെ നിന്നാണ്? തമിഴ്നാട്ടിലെ സുന്ദരമലയിലെ ശിവഗിരി കുന്നുകളിൽ നിന്നാണ് പെരിയാറിൻ്റെ ഉത്ഭവം. എവിടെ നിന്നാണ്? തമിഴ്നാട്ടിലെ സുന്ദരമലയിലെ ശിവഗിരി കുന്നുകളിൽ നിന്നാണ് പെരിയാറിൻ്റെ ഉത്ഭവം. അടുത്ത പോയിന്റ്, കേരളത്തിൻ്റെ ജീവരേഖ. കേരളത്തിലെ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി കാലടിപ്പുഴ, ആലുവാപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. എന്തൊക്കെയാണ് അറിയപ്പെടുന്നത്? കേരളത്തിൻ്റെ ജീവരേഖ. കേരളത്തിലെ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി കാലടിപ്പുഴ, ആലുവാപ്പുഴ എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. അടുത്ത പോയിന്റ്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിട്ടുള്ള നദിയാണ് പെരിയാർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിട്ടുള്ള നദിയാണ് ഇത് പെരിയാർ. അടുത്ത പോയിന്റ്, കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന പേരിലും ശങ്കരാചാര്യർ തൻ്റെ കൃതികളിൽ പൂർണ്ണ എന്ന പേരിലുമാണ് പെരിയാറിനെ പറ്റി പരാമർശിക്കുന്നത്. അടുത്ത പോയിന്റ്, പെരിയാർ ഒഴുകുന്ന ജില്ലകളാണ് ഇടുക്കി, എറണാകുളം. പെരിയാർ ഏത് ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത്? ഇടുക്കി, എറണാകുളം ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത്. അടുത്ത പോയിന്റ്, പെരിയാറിൻ്റെ പതനസ്ഥാനം ഏതാ? വേമ്പനാട് കായൽ. അറബിക്കടലിൽ ചെന്നിട്ട് അറബിക്കടലിലാണ് പതിക്കുന്നത്. പെരിയാറിൻ്റെ പതനസ്ഥാനം വേമ്പനാട് കായൽ അഥവാ അറബിക്കടലിലേക്കാണ് പതിക്കുന്നത്. അടുത്ത പോയിന്റ്, തേക്കടി വന്യജീവി സങ്കേതം, തട്ടേക്കാട് പക്ഷി സങ്കേതം എന്നിവ സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ തീരത്താണ്. തേക്കടി വന്യജീവി സങ്കേതം, തട്ടേക്കാട് പക്ഷി സങ്കേതം എന്നിവ സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ തീരത്താണ്. അടുത്ത പോയിന്റ്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ് പെരിയാർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ് പെരിയാർ. പ്രധാന അണക്കെട്ടുകളാണ് മുതിരപ്പുഴ, മാട്ടുപ്പെട്ടി, ചെങ്കുളം, ചെറുതോണി, മുല്ലപ്പെരിയാർ, ആനയിറങ്ങൽ, ഭൂതത്താൻകെട്ട്, കുളമാവ്, പൊന്മുടി, ലോവർ പെരിയാർ, ഇടുക്കി, ഇടമലയാറൊക്കെ പെരിയാറിലെ പ്രധാന അണക്കെട്ടുകളാണ്. ഒന്നുകൂടെ വായിക്കാം. മുതിരപ്പുഴ, മാട്ടുപ്പെട്ടി, ചെങ്കുളം, ചെറുതോണി, മുല്ലപ്പെരിയാർ, ആനയിറങ്ങൽ, ഭൂതത്താൻകെട്ട്, കുളമാവ്, പൊന്മുടി, ലോവർ പെരിയാർ, ഇടുക്കി, ഇടമലയാറൊക്കെ പെരിയാറിലെ പ്രധാന അണക്കെട്ടുകളാണ്. അടുത്ത പോയിന്റ്, പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം നശിച്ച തുറമുഖമാണ് ഇത് കൊടുങ്ങല്ലൂർ തുറമുഖം. പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം നശിച്ച തുറമുഖമാണ് കൊടുങ്ങല്ലൂർ തുറമുഖം. അടുത്ത പോയിന്റ്, പെരിയാറിൽ വെള്ളപ്പൊക്കം ഉണ്ടായ വർഷമാണ് AD 1341. പെരിയാറിൽ വെള്ളപ്പൊക്കമുണ്ടായ വർഷം AD 1341. ഒന്നുകൂടെ ഒന്ന് വായിക്കാം. പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി, എറണാകുളമാണ്. പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഇടുക്കിയും എറണാകുളവും. പെരിയാറിൻ്റെ പതനസ്ഥാനം വേമ്പനാട് കായൽ, അറബിക്കടൽ.
വേമ്പനാട് കായലിൽ ലാസ്റ്റ് അറബിക്കടലിലേക്ക് എത്തുന്നു. തേക്കടി വന്യജീവി സങ്കേതം, തട്ടേക്കാട് പക്ഷി സങ്കേതം എന്നിവ സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ തീരത്താണ്. തേക്കടി വന്യജീവി സങ്കേതം, തട്ടേക്കാട് പക്ഷി സങ്കേതം എന്നിവ സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ തീരത്താണ്. അടുത്ത പോയിന്റ്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ് പെരിയാർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ് പെരിയാർ. അടുത്ത പോയിന്റ്, പ്രധാന അണക്കെട്ടുകളാണ് മുതിരപ്പുഴ, മാട്ടുപ്പെട്ടി, ചെങ്കുളം, ചെറുതോണി, മുല്ലപ്പെരിയാർ, ആനയിറങ്ങൽ, ഭൂതത്താൻകെട്ട്, കുളമാവ്, പൊന്മുടി, ലോവർ പെരിയാർ, ഇടുക്കി, ഇടമലയാറൊക്കെ പെരിയാറിലെ പ്രധാനപ്പെട്ട അണക്കെട്ടുകളാണ്. പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം നശിച്ച തുറമുഖമാണിത്, കൊടുങ്ങല്ലൂർ തുറമുഖം. പെരിയാറിൽ വെള്ളപ്പൊക്കമുണ്ടായ വർഷം AD 1341. അടുത്ത ചോദ്യം, 5 തിണകളിൽ നെയ്തൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കടൽ തീരത്തെയാണ് നെയ്തൽ സൂചിപ്പിക്കുന്നത്. ആദ്യത്തെ പോയിന്റ്, വയൽ പ്രദേശങ്ങളെ സൂചിപ്പിക്കുന്നത് മരുതം. വയൽ പ്രദേശങ്ങളെ സൂചിപ്പിക്കുന്നത് മരുതം. പർവ്വത പ്രദേശങ്ങൾ, അതായത് കാടും മലയിനെയൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്? കുറിഞ്ചി. വയൽ പ്രദേശങ്ങളെ മരുതം, കടൽ തീരത്തെ സൂചിപ്പിക്കുന്നത് നെയ്തൽ, പർവ്വത പ്രദേശം അതായത് കാടും മലയിനെ സൂചിപ്പിക്കുന്നത് കുറിഞ്ചി, പുൽമേടുകളെ സൂചിപ്പിക്കുന്നത് മുല്ലൈ. അടുത്ത പോയിന്റ്, വരണ്ട പ്രദേശത്തെ പാഴ്പ്രദേശത്തെ സൂചിപ്പിക്കുന്നത് പാലയാണ്. ഒന്നുകൂടെ വായിക്കാം. കടൽ തീരത്തെ സൂചിപ്പിക്കുന്നത് നെയ്തലാണ്, വയൽ പ്രദേശത്തെ സൂചിപ്പിക്കുന്നത് മരുതമാണ്, പർവ്വത പ്രദേശം അതായത് കാട് മലയൊക്കെ സൂചിപ്പിക്കുന്നത് കുറിഞ്ചിയാണ്, പുൽമേട് സൂചിപ്പിക്കുന്നത് മുല്ലയാണ്, പിന്നെ വരണ്ട പ്രദേശത്തെ അതായത് പാഴ്പ്രദേശത്തെയൊക്കെ സൂചിപ്പിക്കുന്നത് പാലയാണ്. അടുത്ത ചോദ്യം, സംഘകാലഘട്ടത്തിൽ ഉപ്പ് വ്യാപാരികൾ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഉമണർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ആദ്യത്തെ പോയിന്റ്, പ്രാചീന കാലത്ത് മധുര ആസ്ഥാനമായി നിലനിരുന്ന പണ്ഡിത സഭയാണ് സംഘം. പ്രാചീന കാലത്ത് മധുര ആസ്ഥാനമായി നിലനിരുന്ന പണ്ഡിത സഭയാണ് സംഘം. അടുത്ത പോയിന്റ്, സംഘകാലഘട്ടം എന്നറിയപ്പെടുന്നത് BC 3 മുതൽ AD 3 വരെയാണ്. സംഘകാലഘട്ടം എന്നറിയപ്പെടുന്നത് BC 3 മുതൽ AD 3 വരെയാണ്. അടുത്ത പോയിന്റ്, പ്രാചീന തമിഴകത്തെ പറ്റി അറിവ് നൽകുന്ന കൃതികളാണ് സംഘകാല കൃതികൾ. പ്രാചീന തമിഴകത്തെ പറ്റി അറിവ് നൽകുന്ന കൃതികളാണ് ഇത് സംഘകാല കൃതികൾ. അടുത്ത പോയിന്റ്, ഏറ്റവും പഴക്കമുള്ള തമിഴ് സാഹിത്യമാണ് സംഘസാഹിത്യം. ഏറ്റവും പഴക്കമുള്ള തമിഴ് സാഹിത്യമാണ് സംഘസാഹിത്യം. അടുത്ത പോയിന്റ്, സംഘകാല പ്രധാന കവികളാണ് കപിലനും പരണറും. സംഘകാലത്തിലെ പ്രധാന കവികളാണ് ആരൊക്കെ? കപിലനും പരണറും. അടുത്ത പോയിന്റ്, കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതിയാണ് പതിറ്റുപത്ത്. കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതിയാണ് പതിറ്റുപത്ത്. ഒന്നുകൂടെ നോക്കാം. സംഘകാലഘട്ടത്തിൽ ഉപ്പ് വ്യാപാരികൾ ഉമണർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പ്രാചീന കാലത്ത് മധുര ആസ്ഥാനമായി നിലനിന്നിരുന്ന പണ്ഡിത സഭയാണ് സംഘം. പ്രാചീന കാലത്ത് മധുര ആസ്ഥാനമായി നിലനിന്നിരുന്ന പണ്ഡിത സഭയാണ് ഇത് സംഘം. അടുത്ത പോയിന്റ്, സംഘകാലഘട്ടം എന്നറിയപ്പെടുന്നത് BC 3 മുതൽ AD 3 വരെയാണ്. സംഘകാലഘട്ടം എന്നറിയപ്പെടുന്നത് BC 3 മുതൽ AD 3 വരെയാണ്. അടുത്ത പോയിന്റ്, പ്രാചീന തമിഴകത്തെ പറ്റി അറിവ് നൽകുന്ന കൃതികളാണ് സംഘകാല കൃതികൾ. പ്രാചീന തമിഴകത്തെ പറ്റി അറിവ് നൽകുന്ന കൃതികളാണ് സംഘകാല കൃതികൾ. ഏറ്റവും പഴക്കമുള്ള തമിഴ് സാഹിത്യമാണ് സംഘസാഹിത്യം. ഏറ്റവും പഴക്കമുള്ള തമിഴ് സാഹിത്യമാണ് സംഘസാഹിത്യം. സംഘകാലത്തെ പ്രധാന കവികളാണ് കപിലനും പരണറും. സംഘകാലത്തെ പ്രധാന കവികളാണ് കപിലനും പരണറും. അടുത്ത പോയിന്റ്, കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതിയാണ് പതിറ്റുപത്ത്. കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതിയാണ് പതിറ്റുപത്ത്. അപ്പോൾ ഇന്നത്തെ റിലേറ്റഡ് ഫാക്ട്സ് ഇവിടെ നിർത്തുന്നു. ബാക്കി അടുത്ത വീഡിയോയിലിടാം. എല്ലാവരും എല്ലാവരുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. താങ്ക് യു.